12 കോടി ഭാഗ്യവാൻ ആരാണ് എന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രജീഷ് പറഞ്ഞതുപോലെ VT490987 ഇതാണ് ആ ഭാഗ്യവാന്റെ കൈവശമുള്ള ടിക്കറ്റിന്റെ നമ്പർ എന്ന് പറയുന്നത്. ബെമ്പർ അടിച്ചത് ആലപ്പുഴയിലാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ആലപ്പുഴയിലാണ് എന്തായാലും ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ബെമ്പർ അടിച്ച ടിക്കറ്റ് വിറ്റ ഏജന്റിന്റെ പേര് കൂടി ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നുണ്ട്. അനിൽകുമാർ വിറ്റ ടിക്കറ്റിനാണ് 12 കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണോ അതോ ആലപ്പുഴയിൽ നിന്നും ടിക്കറ്റ് എടുത്ത മറ്റേതെങ്കിലും ജില്ലക്കാരനാണോ മറ്റേതെങ്കിലും നാട്ടിൽ നിന്നുള്ള ആളാണോ എന്നൊക്കെ ഞാൻ അറിയേണ്ടതുണ്ട്. എന്തായാലും ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ഭാഗ്യവാനുള്ള ടിക്കറ്റ് നൽകിയിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുമാണ്. അനിൽകുമാറാണ് പ്രധാന ഏജന്റ്. പിന്നീട് സബ് ഏജന്റുമാർ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് അവരുടെ കൈവശം മറിഞ്ഞത് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് വിറ്റിരിക്കുന്ന സ്ഥലം ആലപ്പുഴ ജില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാം സമ്മാനവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം സമ്മാനവും ചെറിയ സമ്മാന തുകയല്ല, ഓരോ കോടി വീതമാണ്. കോടിപതികളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിന്റെ നമ്പർ കൂടി പറഞ്ഞു പോകാം. 6 സീരീസ് ആയിരുന്നു. VA മുതൽ VG വരെ, VA, PB, DC, PD, PE, VG ഇങ്ങനെ 6 സീരീസുകളിലായി 6 പേരെ കൂടി കോടിപതികളാക്കിയിട്ടുണ്ട് ഈ വിഷു ബെമ്പർ. എന്തായാലും 3 സമ്മാനത്തിന്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഭാഗ്യവാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിന്റ് ചെയ്ത ടിക്കറ്റുകളിൽ മുഴുവൻ ടിക്കറ്റുകളും തന്നെ വിറ്റുപോയിരുന്നു. ഈ സമ്മാന തുക ഇത്രയും അധികമായതിനാൽ തന്നെ വാശിയോട് കൂടിയാണ് ഈ വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ടിക്കറ്റ് വിൽപ്പനയിൽ ഒരു വിധത്തിലുള്ള മന്ദഗതിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 42 ലക്ഷം ടിക്കറ്റുകളിൽ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് തീർന്ന് ആണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ആ നറുക്കെടുപ്പിലാണ് അത്രയും അധികം ആളുകൾ ടിക്കറ്റ് എടുത്ത ഒരു നറുക്കെടുപ്പിലാണ് ഈ ഭാഗ്യവാന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ പറയുന്ന VC490987 ടിക്കറ്റ് കൈവശമുള്ളവൻ കോടിപതിയാണ് ഇന്നു മുതൽ. അത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി പ്രതീക്ഷ. അമൽ പറഞ്ഞതുപോലെ തന്നെ ആ നമ്പർ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. ഏജൻസി സംബന്ധിച്ച് ആലപ്പുഴയിൽ ജില്ലയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ നിന്നാണോ? നേരത്തെയൊക്കെ തന്നെ പാലക്കാട് ഏജൻസിയിൽ നിന്നും വിറ്റുപോയ ടിക്കറ്റൊക്കെ വെളിനാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ വന്ന് എടുത്ത ടിക്കറ്റുകളൊക്കെ ആയിരുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ. അതുകൊണ്ട് എവിടെ നിന്നും ഉള്ള ആളാണ് ഈ ആലപ്പുഴയിൽ വന്ന് വല്ല വിനോദസഞ്ചാരിയോ അല്ലെങ്കിൽ വന്നു പോയവർ മറ്റാരെങ്കിലും ആണോ എന്തെങ്കിലും ആവശ്യത്തിന്, അതോ ആലപ്പുഴ ജില്ലക്കാരൻ തന്നെയാണോ ഈ ഏജന്റിനെ അറിയാവുന്ന ആളാണോ എന്നൊക്കെ നമുക്കിനി അറിയേണ്ടതുണ്ട്.